നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ഡ്രാമ വേൾഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാച്ച് ദ ഗോസ്റ്റിൻ്റെ എപ്പിസോഡ് 3യുടെ സീൻ ബൈ സീൻ വിശദീകരണമാണ്. ഈ എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആണ്. പുതിയ രഹസ്യങ്ങളും അപ്രതീക്ഷിത ടിക്സ്റ്റുകളും നിങ്ങൾ എന്തുവായാലും ഈ എപ്പിസോഡിൽ അവസാനം വരെ പിടിച്ചു നിർത്തും. ഇത് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്യാച്ച് ദ ഗോസ്റ്റ് എപ്പിസോഡ് 3യിലേക്ക് പോകാം. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വേഷമൊക്കെ കെട്ടി ഹോസ്പിറ്റലിൽ വന്ന് അവൻ്റെ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങി ബില്ല് പേ ചെയ്യാനും വേണ്ടി വരുമ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഇല്ല. അവൻ കടം പറയും. അതായത് ഞാനിപ്പോൾ 400 ചെയ്യാം, ബാക്കി 800 പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു. കോൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ കാരണം നമ്മുടെ ഹീറോയ്ക്ക് അടുത്ത പണി കിട്ടി. അന്നേരം വിളിച്ചു പറയാണ്, നിങ്ങൾ തോക്കെടുത്താണ് വെടിവെച്ചത്, അതുകൊണ്ട് നിങ്ങളും ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുന്നിൽ നാളെ ഹാജരാകണമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഹീറോയിനെ വിളിക്കും. ഹീറോയിനെ വിളിച്ചിട്ട് പറയാൻ, നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞല്ലേ തോക്കെടുത്ത് വെടിവെക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പം തന്നെ എൻ്റെ സാലറിയും കട്ടാവും, മിനിമം സസ്പെൻഷൻ എങ്കിലും കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് കേട്ടിട്ട് വളരെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ പ്രതീക്ഷിച്ചിരുന്ന, നമ്മുടെ ഹീറോയിൻ കൊടുക്കുന്ന പണികൾ ഓരോന്നിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ പണി നമ്മുടെ ഹീറോയ്ക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡ്രാമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ തുടങ്ങിയ എടുത്തുചാട്ടം കാരണം ഇവൾ ഓരോ കുഴിയിലും ചെന്ന് ചാടുന്നത് നമ്മുടെ ഹീറോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും അന്വേഷണ കമ്മിറ്റിയുടെ മുന്നിൽ വരികയാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാനും വേണ്ടി അതിനെല്ലാം തെളിവുകൾ അവൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ അവളെ ശിക്ഷിച്ചു കൊള്ളാം, അവൾ ചെയ്ത ഓരോന്നിനും ഓരോ നല്ല കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മോട്ടോർ ബൈക്ക് അവൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് റേപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അവൾ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൃദ്ധനെ രക്ഷിക്കാനാണ് എന്ന് പറയുന്നു, അയാളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഹീറോ എടുത്ത് കാണിക്കുകയാണ്. അന്നേരം എല്ലാവരും അവൾക്ക് നേരെ തിരിയുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടി മാപ്പ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അന്വേഷണ കമ്മിറ്റി നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു അവസരം വീണ്ടും ഉണ്ടായാൽ നീ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ അത് തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും അവൾക്കെതിരായി തിരിയുകയാണ്. അപ്പോൾ നമ്മുടെ കമ്മീഷണർ ഉണ്ടല്ലോ, കമ്മീഷണർ പറയും ഞാനാണെന്നുണ്ടെങ്കിൽ അവളുടെ പക്ഷത്താണ്. അന്നേരം എല്ലാവരും കമ്മീഷണറോട് ചോദിക്കും, എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം പറയും, ഞാൻ അവളിൽ കാണുന്നത് എൻ്റെ ചെറുപ്പമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിനും കൂടി ആ കമ്മീഷണർക്ക് നന്ദി പറയുന്നു. പെട്ടെന്ന് തന്നെ അടുത്ത പണി നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുകയാണ്. ഹീറോയുടെ തോക്കായിരുന്നല്ലോ ഈ ഹീറോയിനെടുത്ത് ഫയർ ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ പേരിൽ കമ്മീഷണർ ഇവൻ്റെ സാലറി കട്ട് ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സീനാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും ഒരു കൊളീഗ്സും എല്ലാം കൂടി ഒരു പാർട്ടിയിലാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് ഇതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ആദ്യമേ കണ്ടപ്പോഴേ മനസ്സിലായി ഇങ്ങനെയൊക്കെ വരുമെന്ന്, അതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, നീ ഇനി ഇങ്ങനെയൊന്നും ഇതും പ്രതീക്ഷിച്ച് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് നീ ഇനി ഓരോന്നിനും ചെന്ന് എടുത്ത് ചാടരുത്, ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയോട് നന്ദി പറയുന്നു വീണ്ടും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങ് വാഷ്റൂമിലോട്ട് പോവുകയാണ്. ഇവരുടെ കൊളീഗിൽ ഒരാൾ വന്നിട്ട് പറയാണ്, നിനക്ക് ശമ്പളം എല്ലാം കട്ട് ചെയ്തല്ലോ, അന്നേരം നിന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസ നീ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ ഹീറോ ഇങ്ങനെ, അതാണ് വലിയൊരു ആശങ്കയായിട്ട് നമ്മുടെ ഹീറോ ഫേസ് ചെയ്യുന്നത്. പിന്നത്തെ സീനിൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കിടക്കാനുള്ള കിടക്കയൊക്കെ വിരിക്കുകയാണ്, കർട്ടനൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ പറയാണ്, എന്നോട് ക്ഷമിക്കണം സാർ എന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ കാരണമല്ലേ സാറ് വെളിയിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് പകുതി ബെഡ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി നമ്മുടെ ഹീറോയെ വിളിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയില്ല, ഞാൻ വെളിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ പറയുമെങ്കിൽ ശരി വേണ്ട, ഞാൻ പുറത്ത് പോയി കിടന്നോളാം, ഇത്രയും ദിവസം സാറല്ലേ പുറത്ത് കിടന്നത്, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് തലയോണയൊക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ ഹീറോ പറയും, കുഴപ്പമില്ല വാ ശരി നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഉറക്കമാകുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോയുടെ കയ്യിൽ നിന്നും താക്കോൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണ് നിൽക്കുന്നത്. അതിന് നമ്മുടെ ഹീറോ പറയും, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, വാ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ ഞാൻ ആരോടും വഴക്കുണ്ടാക്കാനല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ ആണെന്നുണ്ടെങ്കിൽ കുറേയേറെ സ്റ്റെപ്പുകൾ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസ പ്രകടനമൊക്കെ കാണിക്കും. അന്നേരം നമ്മുടെ ഹീറോ അറിയാതെ തന്നെ ഹീറോയുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ സ്ക്രീൻ റൂമിൻ്റെ ചാവി തെറിച്ച് ഈ ഫുഡിനകത്ത് വന്ന് വീഴും. നമ്മുടെ ഹീറോയിനാണ് ഇത് കണ്ടത്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോ അറിയാതെ കഴിച്ചത് മതി, ഒരുപാട് നേരമായി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊണ്ട് കളയാൻ പോവുകയാണ്. നമ്മുടെ ഹീറോയിനും തമ്മിലുള്ള സംസാരവും എല്ലാം നമ്മുടെ ഈ സബ്വേ ഗോസ്റ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ പതുങ്ങി നിന്നിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോസൊക്കെ കുറേ എടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് കളഞ്ഞ് പാത്രം കഴുകാനായിട്ട് ഇവിടെ വരികയാണ്. വരുമ്പോൾ പ്രേതമൊക്കെ പോയി വരുന്നത് പോലെ ലൈറ്റ് കത്തും അണയും കത്തും അണയും കത്തും അണയും അങ്ങനെ. അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് താക്കോല് വെള്ളത്തിനകത്ത് വാഷ് ചെയ്തിട്ട് ഇവളത് എടുത്ത് പോക്കറ്റിലിടുന്നു. അങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് വളരെ പേടിയാകുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോയിൻ പെട്ടെന്നൊന്ന് ലൈറ്റ് പോയിട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ ഞെട്ടിപ്പോവും. നമ്മുടെ ഹീറോയിൻ അങ്ങ് നിലവിളിക്കും. എന്തുവാണെന്നോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ടോർച്ചൊക്കെ അടിച്ചിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഈ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ മിററിൽ ഇവനെ തന്നെ കണ്ട് ഇവനും പേടിച്ചു പോകും. അങ്ങനെ നമ്മുടെ ഹീറോയിനോട് ഒരുമിച്ചാണ് നിലവിളിക്കുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, സാറിനെ പേടിപ്പിച്ചല്ലോ, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ പോയില്ലേ അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സബ്വേ ഗോസ്റ്റ് അവിടെയുണ്ട്. എന്നിട്ട് അയാൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പറയുമല്ലോ ഹീറോയോട്, ഈ ടണലിലൂടെയാണ് ബോഡീസ് എല്ലാം കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്ന ആ സീനുണ്ടല്ലോ, അതിങ്ങനെ സബ്വേ ഗോസ്റ്റ് ഓർത്തിട്ട് ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനാണത്. ഇന്നത്തെ സീനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൊലക്കേസ് അന്വേഷിക്കുന്ന ടീമിലെ ടീം ലീഡർ പറയുമല്ലോ എല്ലാ കേസുകളും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും എനിക്ക് കാണുമെന്ന്. അങ്ങനെ എല്ലാ ഫയലുകളും ഇവർ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ്റെ അനിയത്തിയുടെ ഒരു ഫോട്ടോ കിട്ടുകയാണ്. എന്നിട്ട് ഇത് കണ്ടിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ടീം ലീഡർ മറ്റേ ആ കൊളീഗിനോട് പറയും, ഇതുവരെ ആ സ്റ്റെയറിനടുത്ത വീഡിയോ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. ശരി, ഞാനിപ്പോൾ തന്നെ വിളിക്കാം, ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വേണ്ട നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകുന്ന സീനാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മീഷണറുടെ പേഴ്സ് കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ടണലിലാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ട് നിങ്ങൾ പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. എല്ലാവരും ഒരു പേടിക്കുന്ന ഒരു ഭാഗമാണ് ആ ടണൽ എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, അതായത് കള്ളന്മാരെല്ലാം എങ്ങനെയാണോ വന്നതെന്ന് വെച്ചാൽ ഈ പാണ്ഡയുടെയൊക്കെ വേഷം കെട്ടി കുറേ പേര് വന്നായിരുന്നല്ലോ ഫസ്റ്റ് എപ്പിസോഡിൽ, അവരാണ് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കമ്മീഷണർ ചോദിക്കും, ഇത് ഏർപ്പാടാക്കിയത് നിങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കമ്മീഷണറുടെ കൂടെ നിൽക്കുന്ന ഒരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഓഫീസറുണ്ട്, അയാളാണ്. അന്നേരം അയാൾ പെട്ടെന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഈ ഓഫീസർ പറയാണ്, ഇത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ അന്നത്തെ പരിപാടിക്ക് അറേഞ്ച് ചെയ്തു എന്നുള്ള അല്ലാതെ എനിക്ക് ഇവരെ പേഴ്സണലി ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ കമ്മീഷണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയും ആ അസിസ്റ്റൻറ്റിയുടെ വെളിയിലോട്ട് വന്നിട്ട്, ഈ അസിസ്റ്റൻറ്റ് എനിക്ക് നിൻ്റെ സാലറി ഒക്കെ കട്ട് ചെയ്ത് വളരെ വിഷമം തോന്നി, പക്ഷേ ഇനി അതില്ല, ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് തന്നെ 3 ദിവസമായി, ഇപ്പം എന്താ അതിൻ്റെ കൂടെ ഇത് വന്നു, ഇനി എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് ദേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എനിക്ക് പുലിവാലാകുമല്ലോ എന്ന് കരുതി നമ്മുടെ ഹീറോ ഇങ്ങനെ നിൽക്കുന്ന സീനാണ്. പിന്നീട് കാണിക്കുന്നത് തോക്കുമായിട്ട് മറ്റൊരാളെ തോക്ക് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നീടാണ് മനസ്സിലാകുന്നത് അവർ ഫ്രണ്ട്ലി ടോക്കാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മോന് വേണ്ടി ഒരു കളിത്തോക്ക് വാങ്ങാനാണ് ഇദ്ദേഹം വന്നത്. അത് മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇയാൾ മൂവ് ആകുമ്പോൾ വേറൊരാൾ വന്ന് ഇയാളെ തട്ടി നീക്കുന്നുണ്ട്. ഇദ്ദേഹം മറിഞ്ഞടിച്ചിട്ട് വീഴുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ കറക്റ്റ് സമയത്തിന് അത് എത്തിച്ചായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഞാനത് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചത്, അതായത് തോക്ക് വെച്ചിട്ട് കളിച്ച രണ്ടുപേരും കൂടി ഒരു ഷോപ്പിൽ വന്നിട്ട് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ കടന്നു വരികയാണ് ചെയ്യുന്നത്. അന്നേരം ഈ കടയിൽ നിൽക്കുന്ന ലേഡി പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനോട് പറയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് അത് ഗോൾഡൻ ചെയിൻ വാച്ചാണ് എന്ന് പറയുന്നുണ്ട്. അത് ഗോൾഡ് കോട്ടിംഗ് ആയിട്ടുള്ളൊരു വാച്ചാണ്, അതിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. അവിടേക്ക് നമ്മുടെ ഹീറോയിനും കടന്നു വരുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോ എടുത്ത് വന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സംസാരിക്കുമ്പോൾ നിൻ്റെ എടുത്തുചാട്ടം കാരണമാണ് നമ്മളവിടെ പോയത്, എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ റൂമിൻ്റെ ചാവി എന്തേ കാണുന്നില്ല, ഇന്നലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ തപ്പിയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഞെട്ടി തിരിഞ്ഞിട്ട് ഇന്നലെ കിടക്കാൻ നേരത്തെ ഞാനും കണ്ടായിരുന്നു സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഞാൻ പോയി തപ്പിയെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് തിരിഞ്ഞ് സ്പീഡിൽ പോകുമ്പോഴത്തേനും നമ്മുടെ ഈ മർഡർ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ 2 പേര് വന്നിട്ട് ഇവിടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ്, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഈ കൊലക്കേസ് അന്വേഷിക്കുന്ന ടീമിലുള്ള ആ പയ്യൻ ഓർക്കുകയാണ്, പണ്ട് ഇവള് വന്നിട്ട് കരഞ്ഞിട്ട് അവളുടെ അനിയത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന ആ സീനാണ് അയാളുടെ ഉള്ളിൽ ഇവളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത്. ആ സീനാണ് ഓർമ്മ വരുന്നത്. അവിടേക്ക് നമ്മുടെ ഹീറോയും കൂടി കടന്നു വരുന്നു. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആ CCTV വിഷ്വൽസിന് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ അത് ഞാൻ എടുത്തു തരാമെന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവളെ വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി താക്കോൽ അന്വേഷിക്കൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ടീം ലീഡർ ആ പെൺകുട്ടി വന്നിട്ട് ചോദിക്കും, നീ ആണോ ആ താക്കോൽ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കാര്യം നോക്കി പോയി, നീ ഇതിനകത്തൊന്നും തലയിടണ്ട എന്ന് പറയുന്നുണ്ട്.
അന്നേരം ചോദിക്കുന്നുണ്ട്, നീ ആ താക്കോലെടുത്ത് ആ ടണലിലൂടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളോടി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കൊലക്കേസ് അന്വേഷിക്കുന്ന ടീമിലെ ആ കൊളീഗ് വന്നിട്ട് ഇവളോട് പറയും, ശരി നീ കാറിൽ പോയിരുന്നോ, ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പുറകെ ചെല്ലുന്നു. എന്നിട്ട് അവളോട് സംസാരിക്കും. അതായത് ഇവർ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചേരാനാണ് ഇവളോട് പറയുന്നത്. പക്ഷേ ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ കടന്നു വരുന്നത്. അന്നേരം ഹീറോ ചോദിക്കും, നിനക്ക് അവരെ നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവളെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഇവന് ഒത്തിരി സന്തോഷമാവും. അതിന് പറയുന്നത് നല്ല കാര്യമാണ്, അവൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കയ്യിലുണ്ട് പെൻഡ്രൈവ് എടുത്ത് കൊടുത്തിട്ട് പറയും, ഇതാണ് CCTV ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വിഷ്വൽസ് അയാളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ പോയ വഴി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് ഓഫീസിൽ വന്നിട്ട് ടണലിലൊക്കെ ഉള്ള വഴിയുള്ള ബ്ലൂ പ്രിൻ്റ് ഒക്കെ തപ്പിയെടുത്ത് നോക്കുമ്പോൾ അവൾ ആ ഫയൽ എടുത്തുകൊണ്ട് ആ സ്ക്രീനിങ് ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ടണലിലൂടെ നടന്നിങ്ങനെ പോവുകയാണ്. അവൾ പറയുകയാണ്, ഇതിലെയാണ് പാസ് ചെയ്തത്, ഇതിലെയാണ് ആ ബോഡികളെല്ലാം കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ടണലിലൂടെ നടക്കുന്നൊരു സീനാണ് കാണിക്കുന്നത്. പിന്നത്തെ സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ മെട്രോയിൽ നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള 2 പേര് മെട്രോയിൽ പാസ് ചെയ്യുന്നു. മെട്രോയിൽ പാസ് ചെയ്യുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ മെട്രോയിലൂടെ ഇല്ലീഗലായിട്ട് ഒരു ഐറ്റം വിൽക്കുന്നത്, അതായത് പാട്ടൊക്കെ വെച്ചിട്ട് പെന്നും ബുക്സും ഒക്കെ വിൽക്കുന്ന ഒരാളെ കാണും. അങ്ങനെ ഇതിനകത്തുള്ള ആ പയ്യൻ പറയും, ശരി ഇതൊക്കെ ഇല്ലീഗലാണ്, നമുക്ക് പോയി അവനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ പറയും, അല്ല നോക്കിയേ ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു, അവൻ്റെ ഷൂ നോക്കിയേ, ഞാനും അത്ര ഷൂ ഒക്കെ ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്പീക്കർ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനും വൈഫിനും വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്, എല്ലാവരും ഓരോന്നെടുത്ത് സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഇയാൾക്ക് ടീമിലുള്ള ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ശരി അച്ഛാ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സീനാണ്. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കിയാണ് നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കിയാണ്. അന്നേരം പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ തിരിയുമ്പോഴത്തേനും ഹീറോയിൻ തിരിയുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ആ ടീമിലുള്ള ആ പെൺകുട്ടി എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കളിയാക്കിയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോ പറയാണ്, നീ ഇതിനകത്തൊന്നും വലിയ ഫോക്കസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മെട്രോയിൽ കയറിയിട്ട് അതിൽ വെച്ചിട്ട് ഒരാൾ, അതായത് നമ്മൾ ആദ്യം കണ്ടില്ലേ തോക്കൊക്കെ ഉപയോഗിച്ചിട്ട് 2 പേര് തമാശ രീതിയിൽ ചെയ്യുന്നത്, അതിലൊരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് എൻ്റെ പൈസ താന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും ചെന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ ഹീറോയിനോട് വന്നിട്ട് ഇയാളെ പിടിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തും. അന്നേരം ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ പൈസ പോയി എന്ന് പറയുന്നുണ്ട്. എനിക്കെൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആകെ ബഹളം വെക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഇതിലെ പേനയൊക്കെ വിൽക്കുന്ന ആളുണ്ടല്ലോ, അയാളാണെന്നുണ്ടെങ്കിൽ അവർ പാട്ടൊക്കെ വെച്ചെങ്കിൽ നടന്നു വരുമ്പോൾ ഇയാൾ പെട്ടെന്ന് അങ്ങ് സൈലൻ്റായി കാമായിട്ട് നിൽക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടെ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരുടെ ഓഫീസിൽ കൊണ്ടുവന്നിരുത്തും. അന്നേരം പറയും, എൻ്റെ പൈസ പോയത് കൊണ്ടാണ് എനിക്ക് വളരെ വിഷമമായി, ഞാൻ അതുകൊണ്ടാണ് പൈസയാണ് തിരഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം ആ പെൺകുട്ടി ചോദിക്കും, എന്താണ് പെട്ടെന്നാണല്ലോ കാമായത്, അതിനെന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഫോൺ എടുത്തിട്ട് അയാളുടെ കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞിനെ പാടുന്ന ഒരു പാട്ടാണ്. അന്നേരം പറയേണ്ടത് ഇത് ഓർമ്മയാണ് വന്നത്, ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വാക്ക് കൊടുത്തതാണ്, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെയും അവളെയും സംരക്ഷിക്കുമെന്ന്. ഇത് കേട്ടതും നമ്മുടെ നമ്മുടെ ഈ ടീമിലുള്ള നമ്മുടെ ആ പയ്യൻ്റെ കൂടെ നടക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, പെട്ടെന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട്ട് വലിയ പ്രൗഡിലിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പറയും, ശരി ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടുമ്പോൾ തീർച്ചയായും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയോടും ആ ടീമിനോടും നന്ദി പറഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയുടെ ടീമാണെന്നുണ്ടെങ്കിൽ ആ CCTV ഫുട്ടേജൊക്കെ നോക്കിയാണ്, അതായത് എവിടെ വെച്ചാണ് ഈ ബാഗ് മിസ്സായത് എന്നൊക്കെ നോക്കുമ്പോൾ അതിൽ പാട്ടൊക്കെ വെച്ചിട്ട് പേനയും ബുക്കൊക്കെ വിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഈ പേഴ്സ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ് ഇയാളെ കെട്ടി, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ട് നോക്കുമ്പോഴുണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മോനുമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സീനാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും കാണാൻ ലുക്കില്ലെങ്കിലും ഞങ്ങൾ നല്ല മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പെട്ടെന്ന് ഈ കുഞ്ഞിനൊക്കെ ഭയങ്കര വിഷമം, സ്വന്തം അച്ഛനെ പറ്റി പറഞ്ഞല്ലേ മോശമായിട്ട് പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര വിഷമമായിട്ട് കുഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ നല്ല സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് മാപ്പ് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. ഇത് കേട്ടിട്ട് അന്നേരം നമ്മുടെ ഹീറോയിൻ്റെ ഈ വാക്ക് കേട്ട് കുഞ്ഞ് പറയും, എൻ്റെ അച്ഛന് 100 പാട്ടുകളിൽ കൂടുതൽ എൻ്റെ അച്ഛൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ ഒരാൾ വന്നിട്ട് എനിക്ക് 1 എണ്ണം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കത് ബാക്കിയൂടെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോയിനോട് ഹീറോ പറയുകയാണ്, ശരി ഞാൻ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകും. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റേഷനിൽ നിന്നും പോയ ആളാണെന്നുണ്ടെങ്കിൽ മകൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കാത്തു നിൽക്കുകയാണ്. ഒരു റോഡിന് ഇപ്പുറമാണ് കാത്തു നിൽക്കുന്നത്.
അന്നേരം ദൂരെ നിന്ന് മകൻ വരുന്നുണ്ട്. അന്നേരം ഇവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേനും ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയ ആൾ, സമയത്തിന് സാധനം കൊണ്ടുതരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ നേരത്തെ, അയാളാണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. ഇത് കണ്ടതും ഇയാൾ ഓടിപ്പാഞ്ഞ് ഈ കുട്ടിയുടെ അടുത്തേട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിനോടും വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനെ അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവൻ അച്ഛൻ പറയും, എടാ ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ വരാം, വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ മറ്റേ ഉപദ്രവിച്ച ആളുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പണം നഷ്ടമായി, ഞാൻ കറക്റ്റ് സമയത്ത് അത് കിട്ടുമ്പോൾ തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അയാൾ വന്നിട്ട് ഇയാളെ അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഈ പൈസ പിരിക്കാം, ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയും ഞാൻ അവിടേക്ക് പോവുകയാണ്, അവിടുന്ന് പൈസ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം ഈ ദേഷ്യമെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യനോട് എടുത്ത് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിനക്കൊറ്റ തവണ കൊണ്ട് നിൻ്റെ ഈ കടമെല്ലാം തീരും, നീ പൈസ ഒന്നും തരണ്ട എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയും. നിനക്ക് നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് അവൻ്റെ അമ്മ വേണം, ഒരിക്കലും അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ്റെ കാല് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ വേഷം കെട്ടി അവരുടെ അമ്മ ഉള്ള ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ട് വരുമ്പോൾ നേഴ്സ് പറയുമ്പോൾ ആ ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരും എന്ന് പറയുന്നുണ്ട്. അതിനെന്താ ഇത് പെട്ടെന്ന് തീരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മ പറയുകയാണ്, എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ കാണരുത് സംസാരിക്കുന്നതല്ലേ, ഞാൻ കാണുന്നുണ്ട്, അദ്ദേഹം വരുമ്പോൾ നിൻ്റെ ചാഞ്ചാട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേഷിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ദേഷിച്ചിട്ട് കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് വെള്ളം നേരെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും മെഷീനിലെല്ലാം വീണ് അവിടെ സ്പാർക്കാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ പറയും, ഇത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആകെ വിഷമമാവും. അന്നേരം പറയും, അമ്മ എന്തോ പണിയാണ് കാണിച്ചതെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേനും ഇവൻ്റെ അമ്മ വന്നിട്ട് ചേട്ടാ എന്നും പറഞ്ഞ് വരികയും ഇവനോട് കാര്യം പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മയുടെ ഇങ്ങനെയുള്ള സന്തോഷം കാണുമ്പോഴത്തേനും ഇവൻ ആ വിഷമങ്ങളെല്ലാം മറന്നു പോകും. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇനി പൈസയ്ക്ക് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള വിഷമിച്ച് ആ ഗാർഡനിൽ വന്നിരിക്കും. അങ്ങനെ രാത്രിയായിട്ട് നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റേ പേഴ്സ് തിരിച്ചു കൊടുക്കാനും വേണ്ടി വിളിക്കുന്ന ആളുണ്ടല്ലോ, അയാളെ വിളിക്കുന്നു, കിട്ടുന്നില്ല. അന്നേരം പറയുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇൻഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ വിളിക്കുമ്പം ഇദ്ദേഹം മിസ്സിംഗ് ആണ് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി വൈഫും മോനും കൂടി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം ഇന്നലെ തൊട്ട് മിസ്സിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ സ്കൂളിൻ്റെ അടുത്ത് വെച്ചിട്ട് കണ്ടിരുന്നു അവനെ, അന്നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ വന്ന് വിളിച്ചുകൊണ്ടാണ് പോയത്, പിന്നെ ഇതുവരെ ഒരു അറിവും ഇല്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിട്ട് ഇവരും കരയും. അപ്പം നമ്മുടെ ഹീറോയിന് ഓർമ്മ വരുന്നത് പണ്ട് അവളുടെ സിസ്റ്ററിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് പോയി കരഞ്ഞതും ഒക്കെയാണ് ഇവളുടെ മനസ്സിലെ ഓർമ്മ. അന്നേരം ഇവൾ പറയും, ശരി കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഹീറോ എൻ്റെ ഇടയ്ക്ക് ചാടി വീണിട്ട് പറയും, അതായത് നിങ്ങൾ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക, അവർ തീർച്ചയായും കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. ഇവർ പറയുകയാണ്, ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് താമസമൊക്കെ എടുക്കും എന്ന് പറയുമ്പോൾ അന്നേരം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറയും, എൻ്റെ അച്ഛൻ ഇതുവരെ ഒന്നും വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കരയുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വിഷമം വന്നിട്ട് പറയും, വിഷമിക്കേണ്ട, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് പോകുന്നു. ഇവിടെ ഹീറോ ആണെങ്കിൽ പറയും, നിനക്കെന്താ ഇങ്ങനെയൊക്കെ, അവരെ വിളിച്ച് പറഞ്ഞേരെ, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, നമ്മൾ ഈ കേസിൻ്റെ പുറകിലൊന്നും പോകണ്ട എന്ന് പറയുന്നു. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവൻ പറയുകയാണ്, നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൾ വളരെ ഇമോഷണൽ ആകുകയാണ്. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, നീ ഇന്ന് ഈ ലാസ്റ്റ് ട്രെയിൻ പോകുന്നത് വരെ ഈ സ്റ്റേഷനിൽ ഉണ്ടാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സീനാണത്. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊരു ഷോപ്പിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചേക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, പൈസ ഒരുപാടായി എന്ന് പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അമ്മയെ പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ പറയുകയാണ്, ഇല്ല ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ആ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് കിട്ടുന്നത്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ കാർഡ് എടുത്ത് നോക്കുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കോൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു നമ്പർ മാത്രം ഇവൾക്ക് സംശയം തോന്നുന്നു. അന്നേരമാണെന്നുണ്ടെങ്കിൽ ഇവൾ തിരിച്ചറിയുന്നത് ആ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ടേബിളിൽ കിടക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡിൽ ഇതേ നമ്പറാണ് കിടക്കുന്നത്.
അന്നേരം അവൾ നോക്കുമ്പോൾ പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ടീമിൻ്റെ നമ്പറാണത്. അന്നേരം ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു ട്രാപ്പാണെന്ന്. അന്നേരം നമ്മുടെ ഹീറോയിനോട് ആ കൊളീഗ് ചോദിക്കുകയാണ്, നീ എന്താ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോവുകയാണ്, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ പൈസ മേടിക്കുന്ന പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുടെ ഓഫീസിൻ്റെ താഴെ വന്ന് നിന്നിട്ട് പോണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ്. എന്നിട്ട് അവസാനം ധൈര്യം സംഭരിച്ച് ചെന്ന് കയറിയിട്ട് പൈസയൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പൈസ എത്ര വേണ്ടതെന്ന് എഴുതിയാൽ മതി, അത് തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ അതിനകത്ത് 10,000 എഴുതും. 10,000 എഴുതിയിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഫോം കൊടുക്കും. അന്നേരം ഇദ്ദേഹം ക്യാഷ് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നെങ്കിൽ അത് എണ്ണി നോക്കുമ്പോൾ 6,000 മാത്രമേ ഉള്ളൂ, 4,000-ൻ്റെ കുറവ്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇത്ര ശതമാനം പലിശ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 4,000 പിടിച്ചു. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയും ഇത് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ചൂടാവും. അന്നേരം പറയും നിങ്ങൾ മേടിക്കുന്നില്ലേ, വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ ഹീറോയോട് ഷൗട്ട് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഫോമിലോട്ട് നോക്കിയിട്ട് പൈസ തിരിച്ച് ടേബിളിൽ വെക്കുന്നു. ഇതേ സമയമുണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പാഞ്ഞു വരികയാണ്. അലാറമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ജനലിൽ കൂടെ താഴോട്ട് നോക്കുമ്പോൾ ഇതേ നമ്മുടെ ഹീറോയിൻ കയറി വരുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെന്താ ഇവിടെ എന്തോ പുതിയ പരിപാടി ഒപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ കാണാതെ ഒളിച്ചിരിക്കാനുള്ള ശ്രമമാണ് ആ സീനിൽ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കുറേ എടുത്ത് ഒളിച്ചിരിക്കാൻ നോക്കും, പക്ഷേ അവസാനം പറ്റുന്നില്ല. അതിന് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി കഥ തുറക്കുമ്പോഴത്തേനും നമ്മുടെ ഹീറോ അങ്ങ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വന്നിട്ട് ആ സെറ്റിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഓണർ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓണർ ആണെങ്കിൽ നോക്കുമ്പോൾ ഇവളുടെ തൊട്ട് പുറകിലാണ് നമ്മുടെ ഹീറോ നിൽക്കുക. അത് ഈ ഓണർ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരാളെ തിരക്കി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പമ്മി ഒരു കബോർഡിനകത്ത് ചെന്ന് കയറുന്നു. അന്നേരം ഈ ഓണർ ആണെന്നുണ്ടെങ്കിൽ ആ കബോർഡിലോട്ട് നോക്കുമ്പോൾ ഇവളും അങ്ങോട്ട് നോക്കുന്നുണ്ട്. അന്നേരം ആ കബോർഡിൽ എന്തോ സീക്രട്ട് ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കബോർഡിന് അടുത്തോട്ട് ചെല്ലുമ്പം പെട്ടെന്ന് നമ്മുടെ ഈ ഓണർ കണ്ണ് ഇപ്പുറത്തെ റൂമിലോട്ടാണ് തിരിയുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നോക്കിയ റൂമിലോട്ട് തള്ളിക്കയറാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് ഇവളെ തടയാൻ ഇയാൾ നോക്കുമ്പോൾ പറ്റത്തില്ല. എന്നിട്ട് ഇയാളാണെന്നുണ്ടെങ്കിൽ തുറന്നെന്ന് കാണുമ്പോൾ അയാളോട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ റൂം തുറന്ന് കയറുമ്പോൾ മറ്റേ അയാളെ അടിച്ച് ഒരുപാട് ഉപദ്രവിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ എന്തുവാ പേടിക്കണ്ടാവാ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൊണ്ട് വെളിയിലോട്ട് വരും. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കബോർഡിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെന്നുണ്ടെങ്കിൽ അയാളാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഈ കബോർഡ് അങ്ങോട്ട് തുറന്നിട്ട് കബോർഡിനകത്തോട്ട് തള്ളി പുറത്തുനിന്ന് ലോക്ക് ഇടും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞെട്ടി തിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇയാളെ കാണാതിരിക്കാൻ ഒരു മൂലയ്ക്ക് പമ്മി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പറയുന്നുണ്ട് പോകല്ലേ നിങ്ങളുടെ പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേനും അവിടെ അനക്കമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ദേഷ്യം തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്. അന്നേരം ഇവിടെ പറയും ഇവിടെ ഒരാളെ ഉപദ്രവിച്ചിട്ടേക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ വന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതെ ഇങ്ങോട്ട് തിരിയൂ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ പേടിക്കണ്ട, നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അയാളെ തട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മുഖം കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അവസാനം തിരിച്ചറിയും നമ്മുടെ ഹീറോ ആണെന്ന്. അതിന് ചോദിക്കുന്നുണ്ട് സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് ഇവളോട് ദേഷിക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മെട്രോയിൽ കാണണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ നീ ഇവിടെ പറയുകയാണോ, നീ ഓരോന്നും എടുത്ത് ചാടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പ്രൊമോഷൻ തരുമെന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിച്ചിട്ട് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് മറ്റേ ആ ഫോം സ്ലിപ്പാവുന്നു. നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ഫോം താഴെ വീഴുന്നു. ഇത് നമ്മുടെ ഹീറോ അറിയുന്നതേ ഇല്ല. പെട്ടെന്ന് ഇവളെ അത് കയ്യിലെടുത്തിട്ട് വായിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി എഴുതി വെച്ചിട്ട് ഫോം അവൾ വായിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇവളോട് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ചോദിക്കും സാറിന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ വലിയ ജാടയിൽ അതായത് എനിക്കൊരു കാർ മേടിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് ആ കുഞ്ഞും തള്ളയും വന്നിട്ട് ഇത്രയേറെ കരഞ്ഞിട്ട് സാറിൻ്റെ കാര്യത്തിന് വേണ്ടിയാണോ ഇത്രയും തിരക്കിട്ട് ഓടിയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് നീ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ നമ്മുടെ ഹീറോയിനും കൂടി അത് തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് നല്ല ലോക്ക് ചെയ്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും താഴെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ആ മിസ്സിങ് ആയിട്ടുള്ള ഒളിച്ചയാളുടെ ഭാര്യ ഇങ്ങനെ നോക്കുമ്പോൾ ആ വൈഫ് ഇങ്ങനെ നടന്നു വരുന്നു. അവിടേക്ക് ഇയാളെ ഉപദ്രവിച്ച ആൾ വന്നിട്ട് ഇദ്ദേഹത്തിനെ കണ്ട് ആ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ വീഴുന്നു. അന്നേരം ഇദ്ദേഹം എടുത്തത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾക്കറിയാം മറ്റേ ആൾ ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കിയാണ്. അന്നേരം ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പാക്കറ്റിൽ നിന്ന് തോക്കെടുത്തിട്ട് ഇനി ഞാനത് ചെയ്യാം, അവർക്ക് വേണ്ടി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് മറ്റേ ആൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
ഇതേ സമയം നമ്മുടെ ഹീറോയും ഹീറോയിനും ഇരിക്കുന്ന കബോർഡിൻ്റെ അടുത്തേക്ക് ആ റൂമിലേക്ക് ഒരു പയ്യൻ കടന്നു വരുന്നു. സംസാരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഈ ഹോക്കി സ്റ്റിക്കൊക്കെ വെച്ച് കളിക്കുന്നുണ്ടല്ലോ, ഈ ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയും ഹീറോയിനെയും ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അന്നേരം ഇവൻ വന്നിട്ട് ഈ ഹോക്കി സ്റ്റിക്ക് എടുക്കുമ്പോഴത്തേനും ഹീറോയാണെങ്കിൽ അവളോട് പറയും മാറി നിൽക്കും, ഞാൻ തുറക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാറി നിൽക്കുമ്പോൾ മറ്റേ പുറത്തുനിന്ന് ആ പയ്യൻ ലോക്ക് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഹീറോ ചവിട്ടി തുറക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോ വന്നിട്ട് ചവിട്ടി തുറന്നിട്ട് ഈ പയ്യൻ അങ്ങ് താഴെ വീഴും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ എല്ലാം വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അന്നേരം ടേബിളിൻ്റെ പുറത്തു നിന്നിട്ട് ലെറ്റർ കിട്ടുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആ താഴെ വീണ പയ്യനെ എണീറ്റിട്ട് ആ കൈക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, ഈ കൈക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് പറഞ്ഞ് അവൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ലെറ്റർ എടുത്തതിന് ശേഷം വായിച്ച് നോക്കിയിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് ഞെട്ടി നിൽക്കുന്ന സീനാണ്. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ആകുന്നത്. ഈ എപ്പിസോഡിലെന്ന് വെച്ചാൽ കാണാതായിട്ടുള്ള ആളുടെ കുടുംബത്തിലുള്ള വികാരഭരിതമായിട്ടുള്ള വേദനകൾ അത് വളരെ മനോഹരമായിട്ടാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിൻ്റെയും കുറ്റാന്വേഷണ രീതി വളരെ വ്യത്യസ്തമാണ്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അത് കാരണം അവർക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കേസിന് പുതിയ വഴിത്തിരിവുകൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാകുമെന്ന രീതിയിലാണ് സസ്പെൻസിലൂടെയാണ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ഇതാണ് ക്യാച്ച് ദ ഗോസ്റ്റ് എപ്പിസോഡ് 3യുടെ പൂർണ്ണ വിശദീകരണം. അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമോ അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടർന്നും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ്. അന്നേരം ഇതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു, അതായത് ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെന്ന് കമൻറ്റ് കണ്ടു. അന്നേരം ഇപ്രാവശ്യം അത് പരിഹരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ വീഡിയോയ്ക്കും വിലപ്പെട്ടതാണ്. അത് അഭിപ്രായം മോശമായാലും നല്ലതായാലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഒരു സന്തോഷ വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ 752 സബ്സ്ക്രൈബേഴ്സായി. അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും അങ്ങോട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൂടെ ഒന്ന് ഓൺ ആക്കി ഇടണേ. എന്നിട്ട് നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നിങ്ങളുടെ ഡ്രാമ ഇതുപോലെ സ്നേഹിക്കുന്ന ഡ്രാമ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വളരെയധികം നന്ദി. സൈനിങ് ഓഫ് നിഷ രാജീവ്.